ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് കണ്ടാലോ? അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് ആവശ്യമായത് പട്ട, തക്കോലം, ഗ്രാമ്പൂ, ജീരകം, കുരുമുളക്, ഏലക്ക, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ അതിന് ശേഷം നമ്മളൊരു പാത്രം വയ്ക്കാം ഗ്യാസിലേക്ക്. അതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ്, ഞാനിവിടെ 2.5 സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കാം നമ്മളെടുത്ത് വെച്ച. അതിനുശേഷം സ്പൈസസ് ഒന്ന് ചെറുതായിട്ട് ചൂടായ ശേഷം അതിലേക്ക് സവാള ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുന്ന ആ സമയത്ത് നമുക്ക് കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിയെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ആ അരിയിലെ വെള്ളാംശം എല്ലാം മാറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഇരട്ടിയാണ് എടുക്കാനുള്ളത്. വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൽ ഉപ്പ് കൂടുതലായിരിക്കണം. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പായിരിക്കും. അതിനുശേഷം അത് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തെ ഏകദേശം വെള്ളമൊക്കെ വറ്റി ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. എന്നാലും നല്ലതായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടിയൊക്കെ ഒന്ന് ചേർത്ത് ഇളക്കി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അത് അങ്ങനെ നമ്മുടെ റൈസ് ശരിയായിട്ടുണ്ട്. അതൊന്ന് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. ആവിയിലിരുന്നും കൂടെ ഒന്ന് സെറ്റാവാനുണ്ട്. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലെ ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിക്ക് നമുക്ക് അടച്ച് വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ചോറിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള എല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത കാഷ്യൂ നട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് ഇട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മളതും മാറ്റി വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്ക്. അടുത്തതായിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ആ സവാള ഒന്ന് ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ സവാളയും കറക്റ്റ് പാകത്തിലെത്തി. അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കറിക്കുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം. അതിനായിട്ട് സവാള 4 അരിഞ്ഞത്, പച്ചമുളക് 3, തക്കാളി 2, ഒരുണ്ട വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, മല്ലിയില അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ബേസിക്കായിട്ടുള്ള സാധനങ്ങൾ. അതിനുശേഷം നമുക്ക് കഷ്ണം വലുപ്പത്തിലുള്ള നമുക്ക് മീനാണ് വേണ്ടത്. ഞാനിന്ന് എടുത്തേക്കുന്നത് ചൂരയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ്. എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് ഇളക്കി അതിന് എല്ലാം മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ മസാലയിട്ട മീൻ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം, എന്നാലേ ആ മസാല എല്ലാം മീനിലേക്ക് പിടിക്കും. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ മീനെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഓവർ ഡീപ്പ് ഫ്രൈ ആവരുത്, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തേ എടുക്കാവുള്ളൂ. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഫിഷ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. മീൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാല സെറ്റാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് പട്ട, തക്കോലം അങ്ങനെയുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് സോട്ട് ചെയ്ത് വെക്കാം. പെട്ടെന്ന് സോട്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചത് വേവിക്കാം. വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ചത് ഒന്നുകൂടെ വേവിക്കാം. അത് കഴിയുമ്പോൾ ഇതേപോലെ നല്ലപോലെ ആ സവാളയെല്ലാം വെന്ത് വന്നിരിക്കും. അടുത്തായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം നമുക്ക് നല്ലതായിട്ട് മാറി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ജിഞ്ചറിൻ്റെയും തക്കാളിയുടെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ആ പൊടികളുടെ എല്ലാം പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി ഇനി ഇതിലേക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ ഞാൻ ഒന്നര കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ചേർത്ത് നമ്മൾ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ പൊട്ടാത്ത രീതിക്ക് നമുക്കൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാൻ വെക്കണം. എന്നാലേ ആ മീനിൻ്റെ ഫ്ലേവറെല്ലാം അതിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച ശേഷം ഒന്നും കൂടെ നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കടുത്തത് ദമ്മിടാം. അതിനായിട്ട് നമുക്കൊരു വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് അടിയിൽ നമുക്ക് തൂവി കൊടുക്കാം. അടുത്തതായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് മസാലയാണ്. മസാല നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് വെച്ച് കൊടുക്കാം. നിരത്തി വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം. എന്നാലും നമ്മൾ ചോറ് കോരുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തുള്ളൂ. അപ്പോൾ മസാലയെല്ലാം നമുക്ക് നിരത്തി അടിയിലേക്ക് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് നമ്മൾ റൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ റൈസ് ഒരു ലെയറായിട്ട് നമുക്ക് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ പൈനാപ്പിൾ എസൻസാണ് ചേർക്കുന്നത്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് റൈസ് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത ലെയർ നമ്മൾ റൈസ് സെറ്റാക്കിയ ശേഷം അതിലേക്ക് കുറച്ചും കൂടെ ഞാൻ എസൻസ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയറായിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട ശേഷം അതിനൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.